സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോല് പള്ളഞ്ചി റൂട്ടിലാണ്. ഇവിടെ അതിമനോഹരമായ ഒരു റിസോർട്ടും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ എയറോപ്ലെയിൻ മോഡലിൽ ഇന്ത്യയിൽ തന്നെ മൂന്നാമത്തതും കേരളത്തിലെ ഫസ്റ്റത്തുമായ ഒരു റിസോർട്ടാണ് ഇവിടെ വരുന്നത്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വ്യൂസ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. റിസോർട്ടിന്റെ കാര്യങ്ങളും ഇതിന്റെ ഓണറും കാര്യങ്ങളും നമ്മളെ ചേട്ടായി വിനോദ് ചേട്ടനുണ്ട്. അപ്പം വിനോദ് ചേട്ടന് ഹൈ വിനോദ് ചേട്ടാ, സുഖല്ലേ? പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് പറഞ്ഞ് നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ. ഹലോ ഫ്രണ്ട്സ്, ഇവിടെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലൈറ്റ് മോഡൽ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഒരു 50 പേർക്ക് ഇരുന്ന് AC ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം 100 പേർക്ക് ഒരു മീറ്റിംഗ് ഹാള്, ഒരു ചെറിയ ഫംഗ്ഷൻ എന്തെങ്കിലും വെച്ചാൽ 100 പേർക്ക് ഇരുന്ന് മീറ്റിംഗ് ചെയ്യാനുള്ള സംവിധാനം അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റിസോർട്ടിനോടനുബന്ധിച്ച് ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ 2 ഫാമിലിക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഫാമിലി ടീമിന് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ താഴത്തെ ഭാഗത്ത് സ്വിമ്മിംഗ് പൂള്, അതും കാസർഗോഡ് ജില്ലയിൽ ഉള്ള നഗരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ലൊരു സ്വിമ്മിംഗ് പൂള്, അതിനും കൃത്യമായിട്ട് വെള്ളം ഒഴുക്കാനും പുറത്ത് കളയാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ പ്ലാന്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതിലേക്ക് നനച്ച് വെള്ളം വിടാനും അതുകൊണ്ട് നല്ല ശുദ്ധജലത്തിൽ കുളിപ്പിക്കാനുള്ള സൗകര്യം തന്നെ ഇവിടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ശരിയായ പ്യൂരിഫയർ വാട്ടർ തന്നെ കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ അതോടൊപ്പം കുട്ടികളുടെ ഒരു പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, അവിടെ പാരൻസ് ഭക്ഷണം കഴിക്കുമ്പം കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള ചെറിയൊരു മിനി പാർക്ക് കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം ചെറിയൊരു ജിം ഏരിയ അത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിൻ്റ് അതോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഈ മാടൊക്കെ കെട്ടി അങ്ങനെ ഒരു സൗകര്യം വ്യൂ പോയിൻ്റ് ഇരുന്ന് ശരിക്കും ഫ്രഷ് എയർ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. അത് ശരിക്കും പറഞ്ഞാൽ ഈ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. നമ്മളിപ്പോൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല. അപ്പം അതിനെയൊക്കെ ഒന്ന് മറികടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു 500 പേർക്ക് ഇരിക്കാനുള്ള ഒരു ഹാളെന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓഡിറ്റോറിയം, അതിനുള്ള സൗകര്യം എൻ്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ പാർക്കിങ്ങിനായിട്ട് ഞങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിൽ സൗകര്യമുണ്ട്. ഈ കാണുന്ന സ്ഥലം ഇതിൽപ്പെട്ട സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. അടിയിൽ അവിടെ ഗുഹയുണ്ട്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട്. പിന്നെ ആ ഗുഹയിൽ ഒരു 10-25 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല AC ക്ലൈമറ്റിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഒരു മീൻ കുളം രണ്ട് റൂംസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനുള്ള സൗകര്യം അതിന് നടക്കും. ഇതാണ് ഗുഹ ചെയ്യാറുള്ളത്. അതിലൊരു 25 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചെയർ സൗകര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പറഞ്ഞ ഗുഹ, കണ്ടില്ല? നല്ല സെറ്റപ്പില് റെഡി വരുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ചേട്ടാ, ഇതിന്റെ വർക്ക് എപ്പോഴാണ് ഫിനിഷ്? ഇതിപ്പം ഒരു 3 മാസം കൊണ്ട് എങ്ങനെ തീർക്കാനാണ്, ഓണത്തിന് മുമ്പ് ഓണത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓണത്തിന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് കരുതുന്നത്. ഇതിൽ തന്നെ ഒരു 25ഓളം ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ വിശ്രമിക്കുകയോ റെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട്. നല്ല കൂളിംഗ് ആണ് ഇതിനകത്ത്. പിന്നെ എക്സോസ്റ്ററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും എയർ പ്രോബ്ലം ഉണ്ടായാൽ എയർ നല്ല ഫ്രഷ് എയർ കിട്ടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു വാട്ടർ ഫ്ലോ ആണ്. അതെ, ഒരു പോണ്ടുണ്ട്. അവിടെ വെള്ളം വീണ് പാറയിൽ കൂടി വെള്ളം ഒഴുകി വന്ന് വീണ്ടും റീസർച്ച് ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പോയിൻ്റാണ് പിള്ളേർക്കുള്ള ഏരിയ ആണ്. ഇവിടെ കൊണ്ടാണ് ചിൽഡ്രൻസ് പാർക്ക് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഏരിയ. അപ്പം നമുക്ക് ശരിക്കും എയറോപ്ലെയിൻ എന്താന്നില്ല, നമുക്ക് മുകളിൽ പോയിട്ട് അതിന്റെ വീഡിയോയും കാര്യങ്ങളും ഒന്ന് കാണാം, എങ്ങനെ ഏത് മോഡലാണെന്ന്. ഇതാണ് നമ്മൾ പറഞ്ഞ എയറോപ്ലെയിൻ ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് മോഡൽ തന്നെ. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം. അതാണ് ശരിക്കും ശുദ്ധവായു ശ്വസിച്ച് ഓപ്പൺ എയറിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ് മോഡലാണ് സംഭവം. ഇതിന്റെ മുകളിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 3 മണിക്ക് ശേഷം AC-യുടെ ഒരു ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. അത്രയ്ക്ക് കാറ്റാണ്. ഇനി ഇതിന്റെ വർക്കെല്ലാം ഫിനിഷ് ആയി വരുമ്പോ ഇത് അങ്ങനെ 1 മാസം കൊണ്ട് ഇതിന്റെ പണി ഞങ്ങൾ തീർക്കും. ഏകദേശം 1 മാസത്തിനുള്ളിൽ ഫിനിഷ് ആവും. അപ്പൊ ആൾക്കാർക്ക് ഇനി ഓപ്പൺ ആക്കി കൊടുക്കുന്നു. 1 മാസത്തിനുള്ളിൽ ബാക്കി വർക്കുകൾ ചെയ്യാനുണ്ട്. നിങ്ങൾ അതൊക്കെ ശരിക്കും ഫ്ലൈറ്റിൽ എങ്ങനെ ഉണ്ടോ അതേ മോഡൽ തന്നെ ചെയ്യാനുണ്ട്. ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ ഇതിന്റെ വർക്ക് കഴിഞ്ഞ് ആൾക്കാർക്ക് ഓപ്പൺ ആക്കി കൊടുക്കുന്ന പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് അതിമനോഹരമായ ഒരു വീഡിയോയും കൂടെ ചേട്ടാനും കൂട്ടി തന്നെ നമുക്കൊരു വീഡിയോ എടുക്കണം.
ഇതിപ്പോ ഒരു 100 പേർക്ക് ഇരുന്ന് ഫംഗ്ഷൻ. നമ്മൾ എയറോപ്ലെയിനിൽ യാത്ര ചെയ്ത ആൾക്കാരാണ്, അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് യാത്രയുടെ അതേ പ്രതീതി കൊടുക്കാനാണ് നമ്മൾ കറക്റ്റ് എങ്ങനെ മോഡൽ ഏതാണെന്ന് കറക്റ്റ് അതുപോലെ ഈ സൈഡിൽ വിൻഡോസ് ഒക്കെ കൊടുത്ത് പൊന്തിക്കിടക്കുന്നു. ചിറകൊക്കെ വാല് കുറവാണ്, അവിടെ നമ്മൾ ചേർന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ നടത്തിയാലേ 25 ആൾക്ക് അവിടെ ഇരിക്കാം. അപ്പൊ ഇനി നമുക്ക് എയറിൽ ഇരുന്നു കൊണ്ട് ആകാശത്തിൽ നിന്നുകൊണ്ട് അങ്ങോട്ടെല്ലാം നോക്കി നല്ല അതിമനോഹരമായ വ്യൂസും കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇതെല്ലാം ചില്ലായിരിക്കുമല്ലോ ഫുള്ള് വരുന്നത്. ഓപ്പൺ ആയിട്ട് അതേ മോഡൽ അവിടെ നിന്നാലും കാണാൻ പറ്റുമല്ലോ ആ ഏരിയ എല്ലാം. ഓപ്പൺ ചെയ്യാവുന്ന ഗ്ലാസ്സാണ് കൊടുക്കാൻ. അതേ മോഡൽ തന്നെ ചെയ്യും. ഇതിന്റെ വർക്കും കാര്യങ്ങളും ഫിനിഷ് ആയിട്ടാകുമ്പോൾ നമുക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അപ്പൊ എല്ലാ ആൾക്കാരും ഇത് പുതിയൊരു ഓപ്പൺ ആണ്. അപ്പൊ എല്ലാ ആൾക്കാരെയും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും വേണം. നാട്ടുകാരെ തീർച്ചയായിട്ടും വേണം. ഇവിടെയില്ല നാട്ടുകാരെ. അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ വിജയം എങ്ങനെയാന്ന് വെച്ചാൽ അതിന് നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പൊ എല്ലാവരും ഇതിന്റെ ഓപ്പൺ ആയതിനു ശേഷം എല്ലാ നല്ല രീതിയിൽ സഹകരിക്കാം. അതിന് മുമ്പ് അല്ല ഏകദേശം ആൾക്കാർ ഇതിൽ പോകുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും സംഭവം. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.